പിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വൈറ്റിൻ്റെ കളക്ഷൻസ് ആട്ടോ ഇത് ഒരു കോട്ടനും ലിനനും കൂടി ഒരു ബ്ലെൻഡ് ചെയ്തൊരു മെറ്റീരിയലായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഈ സൈഡ് കണ്ടോ, ഒരു സിൽവർ ബോർഡർ വന്നിരിക്കുന്നു. പല്ലുവിൽ ഇങ്ങനെ ഫ്ലോറൽ പ്രിൻ്റ് വന്നിരിക്കുന്നു. അതുപോലെ ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്ത് വളരെ സോഫ്റ്റായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ എളുപ്പമുള്ള ഒരു മെറ്റീരിയലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിലൊരു ചെറിയൊരു ലൈൻസ് പോലെ വരുന്നുണ്ട് കേട്ടോ. ഈ ഓൾ ഓവർ ഒരു ലൈൻസ് പോലെ വരുന്നുണ്ട് ഈ സാരിയിൽ. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരിക. ഹാഫായിട്ട് തന്നെ ഈ ഡിസൈൻ വരുന്നു, ഈ പ്രിൻ്റ് വരുന്നു. അതുപോലെ ഈ സൈഡിലും ഈ ഫ്ലോറൽ പ്രിൻ്റുകൾ വരുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ ഡിസൈനുകൾ എല്ലാം ഓഫ് വൈറ്റ്, പ്യുവർ വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഓഫ് വൈറ്റും അല്ല. അതിൽ ഡിഫറെൻറ്റ് ഡിസൈൻസായിട്ട് നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഇതതിൻ്റെ മറ്റൊരു ഡിസൈനാണ്. മെറ്റീരിയലെല്ലാം സെയിം തന്നെ, രണ്ട് സൈഡിലും ഈ ബോർഡർ വരുന്നുണ്ട്. അതുപോലെ ഈ പ്രിൻ്റ് ഇങ്ങനെ ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ഇങ്ങനെയാണ് പല്ലു പോർഷൻ വരിക. നല്ല ഭംഗിയുള്ള ഡിസൈനായി ഇങ്ങനെയാണ് വരിക. പിന്നെ വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ഈ ഡിസൈനുണ്ട്. പിന്നെ ഇതിനുള്ളൊരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക് പോർഷനിലും ഈ ഡിസൈൻ വരുന്നുണ്ട്. നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്ക് ഇതിപ്പോൾ വെച്ചാൽ സ്റ്റൈലിഷായിട്ട് വേണമെന്നുള്ളവർക്ക് ഇതിങ്ങനെ നേട്ടോ ഇങ്ങനെ തിരിച്ച് തന്നെ വരണം. സ്റ്റൈലിഷായിട്ട് വേണമെന്നുള്ളവർക്ക് ഇത് ബാക്കിൽ വെക്കാം, വേണ്ടെങ്കിൽ വെക്കുകയും വേണ്ട, നമുക്ക് അങ്ങനെയും ഇത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുള്ള് വരിക. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1685 ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഈ ഡിസൈൻ ലോവർ പോർഷനിലും വരുന്നുണ്ട്. പിന്നെ ചെറിയൊരു ലൈൻസ് ഫുള്ളായിട്ടും വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരിക. മറ്റൊരു ഡിസൈനായത്. എല്ലാം ഡിഫറെൻറ്റ് ഡിസൈൻസാണ്. എല്ലാം ഇങ്ങനെ ഫ്ലോറൽ പ്രിൻ്റാണ് വരുന്നത് ഫുള്ളായിട്ടും. പല്ലു പോർഷൻ ഇങ്ങനെയാണ് വരിക. ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് വരുന്നത്. സ്ലീവിൻ്റെ എൻഡിൽ ഇങ്ങനെ ബുട്ടാസായിട്ടാണ് വരിക. ഇങ്ങനെ ബോഡി പാർട്ട് വരുന്നു. പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ ഇങ്ങനെയും വരുന്നു. റേറ്റ് 1685. ഇത് മറ്റൊരു ഡിസൈൻ. എല്ലാം വൈറ്റിൽ വരുന്ന ഡിസൈനാണ് എല്ലാം. ഇതിൽ വേറൊരു ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രിൻ്റ് വരിക. എല്ലാം തന്നെ നല്ല ഭംഗിയാട്ടോ. ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലാണ് ഈ ഡിസൈൻ വരുന്നുള്ളൂ. രണ്ട് സ്ലീവിൻ്റെ എൻഡിലും ഈ ഡിസൈൻ വരുന്നുണ്ട്. ബോഡി പാർട്ടിൽ ഇങ്ങനെ വരുന്നു. പിന്നെ പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയും. റേറ്റ് എല്ലാം സെയിം 1685. ഇങ്ങനെയാണ് മറ്റൊരു ഡിസൈൻ വരുന്നത്. എല്ലാം ഫ്ലോറൽ പ്രിൻ്റാണ്. വളരെ സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയലിലുമാണ് ഇതെല്ലാം വരുന്നത്. പല്ലു എല്ലാത്തിൻ്റെയും പല്ലുവിൽ നല്ല സ്റ്റൈലായിട്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ വരുന്നുണ്ട്. വെയ്റ്റ്ലെസ്സാണ്. ഇങ്ങനെയാണ് പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ വരുന്നത്. ഇതൊരു ലൈറ്റ് ക്രീം ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഫ്ലോറ സിൽക്കിലാണ് ഈ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. ഞാൻ 1 ലെയറായിട്ടാട്ടോ ഇത് ഇട്ടേക്കണേ. വെയ്റ്റ്ലെസ്സാണ്, വളരെ വെയ്റ്റ്ലെസ്സാണ്. അതുപോലെ ട്രാൻസ്പെറൻ്റ് അല്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ ഓൾ ഓവർ വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരുന്നത്. 1519 ഇത് വന്നിരിക്കുന്നത്. ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നു. പിന്നെ ഇങ്ങനെയാണ് ഇതിൻ്റെ ഓൾ ഓവർ വരിക. വിത്ത് ബ്ലൗസ് പീസും ഇതേ പ്രിൻ്റോടെയാണ് വന്നിരിക്കുന്നത്. ലൈറ്റ് ക്രീം ഷെയ്ഡിൽ ഒരു പീച്ച് കോൺട്രാസ്റ്റായിട്ട് ബോർഡർ വന്നിരിക്കുന്ന ഇത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരിക. ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നു. വിത്ത് ബ്ലൗസ് പീസ് ആ ബോർഡർ തന്നെയാണ് പ്രിൻ്റായിട്ട് വരുന്നത്. ഇങ്ങനെയാണ് ബോഡി പാർട്ടിൽ വരിക. ലൈറ്റ് വെയ്റ്റ് ആണ്, ട്രാൻസ്പെറൻറ്റും അല്ല. റേറ്റ് വരുന്നത് 1519. ഇതും ലൈറ്റ് ക്രീം ഷെയ്ഡിൽ ബോർഡർ ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിൽ ബോർഡറും വരുന്നു. ഇങ്ങനെയാണ് പല്ലു വരിക. നല്ല രസമുള്ളൊരു ഡിസൈൻ. ഫ്ലോറൽ പ്രിൻ്റാണ് ഇതിലെല്ലാം വന്നിരിക്കുന്നത്. വിത്ത് ബ്ലൗസാണ്. ആ ഗ്രേയോട് ഈ ഗ്രേ തന്നെ പ്രിൻ്റായിട്ട് വരുന്ന വിത്ത് ബ്ലൗസും. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക.
പ്ലീറ്റ്സിൻ്റെ ഭാഗം ഇങ്ങനെയും വരും. നമുക്ക് ഈ സാരിയൊക്കെ ഷാമ്പു വാഷ് ചെയ്യുന്നതിനൊന്നും ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ. പിന്നെ അപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്നതിൽ ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിലേക്കൊരു സ്ക്രീൻഷോട്ട് അയയ്ക്കുക.